ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ഷിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ. ആദ്യത്തെ ആഴ്ച ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമ്മൾ ദൈവരാജ്യത്തിൽ നിന്ന് വന്നു, ദൈവരാജ്യമായി ഇവിടെ ജീവിക്കണം, ദൈവരാജ്യത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ. ഈ സുവിശേഷങ്ങൾ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പിന്നെ ഒന്നാഴ്ച ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ആ സ്നേഹം അനുഭവിച്ച് പങ്കുവെക്കണം. അപ്പൊ അതെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ടാണ്. നാം സ്നേഹിക്കുന്ന ഇടമാണ്, സ്നേഹം പങ്കുവെക്കുന്ന ഇടമാണ് കുടുംബം. പാവാവസ്ഥയിലായിപ്പോയ മനുഷ്യൻ, കുടുംബം പാവാവസ്ഥയെ വളരാൻ കൂടി സഹായിക്കുന്ന ഒരു ഇടമായി പലപ്പോഴും മാറുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. യേശുക്രിസ്തു നമ്മളെല്ലാം രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് നാലാമത്തെ ആഴ്ച നമ്മൾ കാണുന്നത്. കുടുംബത്തിന്റെ രക്ഷകനാണ് യേശുക്രിസ്തു എന്ന് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. നമ്മളെ രക്ഷിച്ച യേശുക്രിസ്തുവിന് നാം നൽകുന്ന വിശ്വാസ മാനസാന്തര പ്രത്യുത്തരം അതനുസരിച്ചാണ് ഈ വിശ്വാസത്തിന്റെ അനുഭവം, യേശുക്രിസ്തുവിന്റെ അനുഭവം നമുക്കുണ്ടാകുന്നത്. നമ്മുടെ കുടുംബം വിശ്വാസ മാനസാന്തരത്തിന്റെ പ്രത്യുത്തരം നൽകുന്ന ഇടമാണ്. തുടർന്ന് വന്നത് പരിശുദ്ധാത്മാവായ ദൈവം ആഗ്രഹിച്ച് ദാഹിച്ച് വിശ്വസിച്ച് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ സജീവമാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇടമായിരിക്കണം കുടുംബം. തുടർന്ന് നമ്മൾ കണ്ടത് കൂട്ടായ്മയുടെ അനുഭവമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ഒരു സഭാത്മക കൂട്ടായ്മയിലേക്ക്, ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കൂട്ടായ്മയുടെ ഭാഗമാക്കുന്നു. കുടുംബം ഒരു കൂട്ടായ്മയാണ്. പിന്നീട് ഈ കൂട്ടായ്മ നമ്മളെ സുവിശേഷം ജീവിച്ച് പങ്കുവെക്കുന്നതിലേക്കാണ് നയിക്കുന്നത്. സുവിശേഷ പ്രഘോഷണം നമ്മുടെ പ്രേക്ഷിത ദൗത്യമാണ്. ഇപ്പൊ കുടുംബത്തിന്റെ പ്രേക്ഷിത ദൗത്യം അത് തന്നെയാണ്. മറ്റൊന്നിനു വേണ്ടിയല്ല ദൈവം കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. ഇന്ന് കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില ചിന്തകൾ ഞാൻ പങ്കുവെക്കുകയാണ്. അത് പങ്കുവെക്കുമ്പോൾ ഞാൻ ആദ്യം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ആ പുസ്തകത്തിലെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ 1604 ഖണ്ഡികയിലെ വാക്കൊന്ന് വായിക്കുകയാണ്. സ്നേഹം മൂലം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം സ്നേഹത്തിലേക്ക് അവനെ വിളിക്കുന്നു. ഏതു മനുഷ്യ വ്യക്തിയുടെയും മൗലികവും സഹജവുമായ വിളിയാണ്. എന്നാൽ സ്നേഹം തന്നെയായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് അവരുടെ പരസ്പര സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ള നിരുപാധികമായ വീഴ്ചയില്ലാത്തതുമായ സ്നേഹത്തിന്റെ പ്രതീകമായി തീരുന്നു. സൃഷ്ടാവിന്റെ ദൃഷ്ടിയിൽ അത് നല്ലതാണ്, വളരെ നല്ലതാണ്. ദൈവം ആശീർവദിക്കുന്ന ഈ സ്നേഹം ഫലദായകമായി തീരേണ്ടതും സൃഷ്ടിയെ കാത്തുപാലിക്കുക എന്ന പൊതുപ്രവർത്തനത്തിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടതുമാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരോട് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഒരു വിചിന്തനമാണ് ഞാൻ വായിച്ചത്. അതിന് നമ്മുടെ 2ാം വത്തിക്കാൻ കൗൺസിൽ അതിന് കുടുംബത്തെക്കുറിച്ചൊരു ഡോക്യുമെന്റ് ഉണ്ട്. അതിന്റെ അവസാനത്തെ വാചകം കൂടെ ഞാൻ വായിക്കുകയാണ്. അവസാനമായി, ജീവിക്കുന്ന ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെടുകയും വ്യക്തി മഹാത്മ്യത്തിൽ അലങ്കൃതമാവുകയും ചെയ്ത വധൂവരന്മാർ തുല്യമായ സ്നേഹവും മനസംയോജ്യതയും പരസ്പരമുള്ള വിശദീകരണവും വഴി ഒന്നായി തീരട്ടെ. അവർ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ അനുകരിച്ച് തങ്ങളുടെ ദൈവവിളിയുടെ സന്തോഷങ്ങളിലും ത്യാഗങ്ങളിലും വിശ്വസ്തമായ സ്നേഹത്തിലൂടെ കർത്താവ് തന്നെ മരണവും ഉയർപ്പും വഴി ലോകത്തിന് വെളിപ്പെടുത്തിയ ആ സ്നേഹരഹസ്യത്തിന് അവർ സാക്ഷികളാകും. അപ്പൊ കുടുംബം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷികളാകുന്ന ഇടമാണ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. കുടുംബത്തെക്കുറിച്ച്, അതെന്റെ കുടുംബമാണ്, കുടുംബം ഒരു ശ്രീകോവിലാണ് എന്നുള്ളതാണ് ഫ്രാൻസിസ് പാപ്പ കുടുംബങ്ങൾക്ക് വേണ്ടി എഴുതിയ ലെറ്ററിൽ പറയുന്ന ഒരു വാക്കാണ്. കുടുംബം ഒരു ശ്രീകോവിലാണ്. ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അമ്പലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഇരിക്കുന്ന, പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്ന ഇടമാണ്. അവിടെ സാധാരണക്കാരായ ഒരാൾക്കും പോയി കയറാൻ പറ്റില്ല. പ്രത്യേക നിയോഗം അനുസരിച്ച്, നിയോഗം പ്രകാരം നിയോഗം ലഭിച്ച മനുഷ്യൻ തന്നെ ശുദ്ധി വരുത്തി അതിശ്രേഷ്ഠമായ ആ ശ്രീകോവിലിൽ കയറി, അത് നമ്മൾ പൂജാരി എന്നൊക്കെ വിളിക്കും. അപ്പം ഇതെന്താണ് കുടുംബവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ? അങ്ങനെ വെറുതെ നമ്മളാരും കുടുംബജീവിതത്തിൽ വന്നവരല്ല. വേറൊന്നിനും സാധ്യതയില്ലാത്തത് കൊണ്ട് അപ്പനും അമ്മയും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ പ്രായമായപ്പോൾ കെട്ടിക്കുമെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചു. ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, വീട്ടുകാർ ആലോചിച്ചു, അങ്ങനെ അങ്ങ് വന്നു പെട്ടത് മാത്രമല്ല, ദൈവം പ്രത്യേകം നിയോഗമനുസരിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധമായ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരിടത്തേക്ക് കൊണ്ടുവരികയാണ്. കാരണം
നമ്മൾ വായിച്ചു കേട്ടതുപോലെയും ദൈവം സകലതും സൃഷ്ടിച്ചിട്ട് ഏറ്റവും അവസാനം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയാം, ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നാണ്. ആ ഒന്നാകുന്ന ആ ദൈവിക സാന്നിധ്യമായിട്ടാണ് കുടുംബത്തെ ദൈവം കണക്കാക്കുന്നത്. അവിടെയാണ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പാഠങ്ങളും കുട്ടികൾ മനസ്സിലാക്കുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വ്യാപരിക്കാൻ ആവശ്യമായ ഊർജം സ്വീകരിക്കുന്നതും കുടുംബത്തിൽ നിന്നുമാണ്. അപ്പൊ കുടുംബം അതിശ്രേഷ്ഠമായ അതിവിശുദ്ധമായ ഒരിടമാണ്. സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുതൽ സഭ അതിനെ ഗാർഹിക സഭ എന്നാണ് വിളിക്കുന്നത്. കുടുംബത്തെ വെറും ഭൗതികമായ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒരുമിച്ചുള്ള താമസമോ അവർ താമസിക്കുന്നതിലൂടെ സംലഭ്യമാകുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളുള്ള ഒരു ഇടമോ ആയിട്ടല്ല സഭ അതിനെ കണക്കാക്കുക. അത് സഭയുടെ തന്നെ ഏറ്റവും ചെറുതും സഭയുടെ എല്ലാ മൂല്യങ്ങളും കൃപകളും ഉൾക്കൊണ്ടു നിൽക്കുന്നതുമായ ഒരിടമായിട്ടാണ് സഭ കുടുംബത്തെ മനസ്സിലാക്കുന്നത്. വിശുദ്ധ യൗസേപ്പിതാവും വിശുദ്ധ അമ്മയും ഈശോയും കൂടി ഒരുമിച്ച് ജീവിച്ച അതേ കാര്യം ഇന്ന് ലോകത്തിൽ തുടരുന്നത് നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലൂടെയാണ്. അപ്പൊ സഭയുടെ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ ക്രിസ്തു തൻ്റെ ജീവൻ ആത്മാർപ്പണം ചെയ്ത് സ്ഥാപിതമാക്കിയ ആ സഭ, പരിശുദ്ധ സഭയുടെ കൃപകളെല്ലാം നിറഞ്ഞ് അതിലേക്ക് അതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ പതിപ്പായിട്ട് സഭ നമ്മുടെ കുടുംബത്തെ കാണുകയാണ്. അപ്പം നമ്മൾ എത്രമാത്രം ഇല്ലേ, നമ്മൾ പറയല്ലേ, രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് ആ രാജാവിന്റെ സീറ്റിലൊന്ന് ഇരിക്കാൻ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു രാജാവാണെന്നുള്ള ഒരു പ്രതീതി നമുക്കുണ്ടാകും. എന്ന് പറഞ്ഞതുപോലെ ദൈവം സ്ഥാപിച്ച അതിശ്രേഷ്ഠവും അത്രയും വിശുദ്ധവുമായ ഒരു കാര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത് എന്നുള്ളതാണ്. നമ്മുടെ പോളിയോ മിനിസ്ട്രി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിഞ്ഞ വർഷം വേളാങ്കണ്ണിയൊക്കെ തീർത്ഥാടനം ഒരുമിച്ച് പോയതാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളുടെ വിശുദ്ധമായ ഓരോ കുടുംബവും ഒരുമിച്ച് വന്ന്, അങ്ങനെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് നമ്മുടെ ഇടവകയിലെ, അമേരിക്കയിൽ അങ്ങനെ ഉണ്ടാകുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, കുടുംബ കൂട്ടായ്മ. ഇന്നലെ എൻ്റെ ഇടവകയിലെ എൻ്റെ കുടുംബ യൂണിറ്റിന്റെ 9ാമത്തെ കുടുംബ യൂണിറ്റാണ്. കുടുംബ യൂണിറ്റിന് എല്ലാ മാസവും ഉള്ള ഒരു യോഗമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് ഒരുക്കമായിരുന്നു. അങ്ങനെ നമ്മുടെ ധാരാളം കുടുംബ യൂണിറ്റുകൾ, എൻ്റെ ഇവിടെ ഇടവകയിൽ 30 കുടുംബ യൂണിറ്റ് ഉണ്ട്. 30 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് വരുന്നതാണ് എൻ്റെ ഇടവക എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിരവധി ഇടവകകൾ ഒരുമിച്ച് വരുന്നതാണ് ഫൊറോന എന്ന് പറയുന്നത്. എൻ്റെ ഫൊറോനയിൽ 13 ഇടവകളുണ്ട്. അങ്ങനെയുള്ള പല ഫൊറോനകൾ ഒരുമിച്ച് വരുന്നതാണ് രൂപത. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപതകൾ ഒരുമിച്ച് വരുന്നതാണ് പ്രാദേശികമായ സഭ. അങ്ങനെയുള്ള പ്രാദേശികമായ സഭകൾ ഒരുമിച്ച് വരുന്നു. പ്രാദേശിക സഭകൾ തന്നെ റീത്തായിട്ട് ഒരുമിച്ച് വരുന്നു. ഇതാണ് ആഗോള സഭ എന്ന് പറയുന്നത്. അപ്പൊ ഈ സഭയുടെ അടിത്തറ എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ നിന്ന് താഴേക്കല്ല, പകരം ഈ ഓരോ കുടുംബവുമാണ്, നമ്മുടെ ഓരോ കുടുംബവുമാണ്. ആ കുടുംബത്തെ സഭ ദേവാലയമായിട്ടാണ് പരിഗണിക്കുന്നത്. അല്ലെങ്കിൽ കുടുംബത്തെ വിളിക്കാവുന്ന മറ്റൊരു മനോഹരമായ പേര് ദേവാലയമാണ്. സഭയെ വിളിക്കാവുന്ന മനോഹരമായ ഒരു പേര് ദേവാലയമാണ്. സഭ ഒരു ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. അപ്പൊ കുടുംബത്തെ ദേവാലയമാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ അതിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ 4 ചുവരുകളും വാതിലും ജനലും ഒക്കെയുള്ള ഒരു കെട്ടിടമാണ് നമ്മുടെ പള്ളി. നമ്മുടെ വീട്ടിലുള്ളതുപോലെ ഫാനുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്. അവിടെ അങ്ങനത്തെ ഒരു ഭൗതികമായ അർത്ഥത്തിൽ അതാണ് ദേവാലയം എന്ന് നാം പറയുമ്പോൾ അതല്ലല്ലോ ദേവാലയമായി മാറ്റുന്നത്. മറിച്ച് ഒന്നാമതായി ആ കെട്ടിടത്തെ കൂദാശ ചെയ്യുകയാണ്. നിയോഗമനുസരിച്ച് ആ അധികാരമുള്ളയാൾ കൃത്യമായ ആ പ്രൊസീജിയറിലൂടെ കൂദാശ ചെയ്യപ്പെടുന്നതിലൂടെ അത് ദേവാലയമായി മാറുകയാണ് ഒന്നാമതായി. അപ്പൊ അതേ കാര്യം ഒന്ന് എടുത്തേ. രണ്ടിടത്ത് താമസിച്ച 2 പേർ പ്രായത്തിന്റെ പൂർണ്ണതയിൽ പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും സ്നേഹത്തോടും സഹകരണത്തോടും കൂടെ ആലോചിച്ച് പ്രാർത്ഥിച്ച് എടുത്ത തീരുമാനമനുസരിച്ച് ദേവാലയത്തിൽ വെച്ച് അവർ എന്ത് നിർവഹിക്കുന്നു? കൂദാശ ചെയ്യപ്പെടുന്നു. ആ 2 പേരെയും കൂദാശ ചെയ്ത് ഒന്നാക്കുന്നു.
അപ്പൊ വിവാഹം തന്നെയും ദേവാലയം കൂദാശ ചെയ്ത് ഒരു സ്ഥലത്തെ ദേവാലയമാക്കുന്നത് പോലെ രണ്ടിടങ്ങളിൽ താമസിച്ച മനുഷ്യരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ അനുവാദത്തോടും സമ്മതത്തോടും കൂടെ, പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ അവരെ ആശീർവാദം ചെയ്യുക. അതുകൊണ്ട് വിവാഹം സഭയിൽ മോചനമില്ല. പകരം നമുക്കറിയാം, വേണ്ട വിധം ശ്രദ്ധയില്ലാതെ, ക്രമമില്ലാതെ, അനുവാദമില്ലാതെയൊക്കെയാണ് ഇത് ഈ കർമ്മം നിർവഹിച്ചത്. അതുകൊണ്ട് അത് അസാധുവാണെന്നാണ് സഭ പറയുന്നത്. ക്രമമനുസരിച്ച് നടന്ന ഒരു കൂദാശയെയും സഭയ്ക്ക് അസാധുവാക്കാനാവില്ല. അപ്പം കൂദാശ ചെയ്യപ്പെടുകയാണ് രണ്ട് വ്യക്തികളെ. ഇനി ദേവാലയമായി വളരുന്നത് എങ്ങനെയാണ്? അവിടെ നിരന്തരം കൗദാശികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നു. വിശുദ്ധ കുർബാന, കുംഭസാരം, മാമുദിസ, സ്ഥൈര്യലേപനം, വിവാഹം എന്ന കൂദാശ, തിരുപ്പട്ടം എന്ന കൂദാശ. ഇനി രോഗിലേപനം പലപ്പോഴും വീടുകളിലാണെങ്കിലും വേണമെങ്കിൽ ഒരുമിച്ച് വന്ന് രോഗിലേപനം, ഈ രോഗിലേപനത്തിലുള്ള ഈ തൈലങ്ങളെല്ലാം എവിടെയാണ്? രൂപതയിലെ പിതാവ്, ആ രൂപതയിലെ എല്ലാ വൈദികരും ഒരുമിച്ച് വർഷത്തിൽ ഒരിക്കൽ വലിയ ആഴ്ച പ്രാർത്ഥിച്ച് അവർ ഒരുങ്ങി അവർ ആ തൈലം കൂദാശ ചെയ്യപ്പെടുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ നോക്കുമ്പോൾ കുടുംബത്തിന് ഒരു കൗദാശികമായ മാനമുണ്ട്. കുടുംബത്തിന്റെ അടിത്തറ, സഭയുടെ അടിത്തറ അതിന്റെ കൗദാശികമായ മാനമാണ്. വിശുദ്ധ കുർബാനയൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ, അവസാനിച്ചു പോയാൽ, കൂദാശ ചെയ്യുന്നത് അവസാനിച്ചു പോയാൽ സഭയുടെ ബലം പോകും. കുടുംബത്തിന്റെ കൗദാശികമായ മാനം എന്താണ്? സഭ നമ്മളെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും അനുസരിച്ച് സഭയ്ക്ക് പള്ളിയിൽ 3 സ്ഥലങ്ങളുണ്ടല്ലോ. ഒന്ന് അൾത്താരയുണ്ട്, ജനം നിൽക്കുന്ന സ്ഥലമുണ്ട്, പുറത്ത് മോണ്ടലമുണ്ട്. മാംസം സ്വീകരിച്ച് സഭയിൽ അംഗമാകാത്തവർ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അൾത്താരയാണ്. അൾത്താരയിൽ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥലമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ബലിപീഠമാണ്, അൾത്താരയാണ്. ആ ബലി അർപ്പിക്കുന്ന ബലിപീഠമാണ്. ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ ആ ബലിപീഠം പ്രത്യേകമായി കൂദാശ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഉണ്ടെന്നറിയില്ല, പണ്ടൊക്കെ കുർബാനയിൽ അച്ഛന്മാർ പോകുമ്പോൾ ഒരു ചെറിയ കല്ലുകളാണ് പോകുന്നത്. കൂദാശ ചെയ്യപ്പെട്ട അത് എവിടെ കുർബാന ചെല്ലുമ്പോഴും അത് വെച്ചിട്ടാണ് കുർബാന ചെല്ലുന്നത്. അപ്പൊ ദമ്പതികളുടെ കൗദാശികമായ ജീവിതത്തിന്റെ മാനം എന്താണ്? ആ മാനം ദമ്പതികൾ കിടന്നുറങ്ങുന്ന കട്ടിലിനെയൊക്കെ സഭ അൾത്താരയായിട്ടും ബലിപീഠമായിട്ടും ഒക്കെയാണ് കണക്കാക്കുന്നത്. സഭാ പിതാക്കന്മാർ, ശ്രേഷ്ഠന്മാർ. അത്രയും മഹനീയമായ ഒരു സ്ഥാനമാണ് ദമ്പതികൾ കിടന്നുറങ്ങുന്ന വിവാഹ കട്ടിലിന് ഉള്ളത്. അത്രയും പരിപാവനത അതിനുണ്ട്. അത് നാം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഭയും പിതാക്കന്മാരും പ്രബോധനങ്ങളും എല്ലാം. ദമ്പതികൾ ഒരുമിച്ച് അവർ നടത്തുന്ന ആത്മസമർപ്പണം, നമ്മൾ അതിനെ മനോഹരമായി വിളിക്കുന്നത് ദമ്പതികളുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം എന്നാണ്. മനോഹരമായൊരു വാക്കാണത്, ദാമ്പത്യ ധർമ്മ നിർവഹണം. അതായത് കുടുംബത്തെ ദൈവം വിളിച്ചിരിക്കുന്നത് 2 കാര്യങ്ങൾ. ഒന്ന് സ്നേഹിക്കാൻ, 2 ജീവൻ നൽകാൻ. സ്നേഹത്തിലേക്ക് ഉത്തരോത്തരം വളരാൻ, ജീവനിലേക്ക് നിരന്തരം വളരാൻ ദൈവം ദമ്പതികളെ 2 പേരെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അത് സ്വയം ദൈവത്തിലേക്കുള്ള സ്നേഹത്തിൽ, സ്വയമുള്ള സ്നേഹത്തിൽ, ദമ്പതികൾ പരസ്പരമുള്ള സ്നേഹത്തിൽ, ഒപ്പം ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരിലേക്കും സൃഷ്ടപ്രപഞ്ചം മുഴുവനിലേക്കുമുള്ള സ്നേഹത്തിലേക്ക് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്, സ്നേഹത്തിന്റെ ഫാക്ടറിയാണ് കുടുംബമെന്ന് നമുക്ക് മനസ്സിലാവും. ആ കുടുംബം ജീവനിലേക്ക് നിരന്തരം തുറവിയുള്ളവരാകണം. എങ്ങനെ? ദൈവിക ജീവനിലേക്ക് നിരന്തരം വളരുന്നവരാകണം, ദൈവരാജ്യത്തിലേക്ക് നിരന്തരം വളരുന്നവരാകണം. മറ്റൊന്ന്, സ്വയം ജീവനുള്ളവരാകണം. സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന ഈ ജീവൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ആ സ്നേഹം സ്വയം ആ ജീവനിലേക്ക് നമ്മളെ വളർത്തുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ആ ജീവൻ ദമ്പതികൾ പരസ്പരമുള്ള ജീവനിലേക്ക് വളരുകയാണ്. ദമ്പതികൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക്, പരസ്പരം സമാധാനം വർദ്ധിപ്പിക്കുന്നതിലേക്ക്, ഇങ്ങനെ ദമ്പതികളുടെ ഇടയിൽ ജീവൻ വളരുകയാണ്. ആ ജീവനാണ് ദമ്പതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെ, സെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ, ആ സ്നേഹത്തിൽ നിന്നാണ് പുതിയൊരു ജീവനിലേക്ക് തുറവയുണ്ടാകുന്നത്. അപ്പൊ സ്നേഹത്തിലും ജീവനിലും വളരാനായിട്ടുള്ള ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. വേറെ ജോലിയില്ല. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ട
സുവിശേഷത്തിന്റെ ദൗത്യം, ആ സ്നേഹിക്കുന്നതിലൂടെയും ജീവൻ നൽകുന്നതിലൂടെയും സുവിശേഷത്തിന്റെ ഏറ്റവും സജീവവും ശക്തവുമായ സാന്നിധ്യമായി ദമ്പതികൾ മാറുകയാണ്. അപ്പൊ ദമ്പതികൾ സ്നേഹത്തോടും പരസ്പര വിശ്വാസത്തോടും ആത്മസമർപ്പണത്തോടും കൂടി അവർ നിർവഹിക്കുന്ന ശാരീരികമായ ബന്ധം, സെക്ഷുവൽ റിലേഷൻഷിപ്പ്, ദാമ്പത്യ ധർമ്മ നിർവഹണം, അത് കൗദാശികമായ വലിയൊരു കൃപാവരമാണ്, കുടുംബത്തിന്റെ അടിത്തറയാണ് എന്ന് സഭാപിതാക്കന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാനാവില്ല. ഇത് നമുക്ക് ഒരു ദിവസമോ രണ്ടാഴ്ചയോ ഒക്കെ നമുക്ക് ആഴത്തിൽ പഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന, ധ്യാനിക്കേണ്ട വിഷയമാണ്. ക്രൈസ്തവ കുടുംബത്തിന്റെ ദമ്പതികളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ മൂലക്കല്ലാണ് ഈ ദാമ്പത്യ ധർമ്മ നിർവഹണം. അതുകൊണ്ട് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തും, ദമ്പതികൾ ഒരിക്കലും പിരിഞ്ഞു കിടക്കരുത്, ഒരുമിച്ച് ജീവിതാവസാനം വരെ കിടന്നുറങ്ങേണ്ടവരാണ്. ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കി ശാരീരികമായ മാനസികമായ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പരസ്പരം ഈ ദാമ്പത്യ ധർമ്മ നിർവഹണം, ഈ ശാരീരിക ബന്ധത്തെ മനസ്സിലാക്കി എടുക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, രണ്ടുപേരും കൂടെ വളരെ കുറച്ചു കാലത്തേക്ക് ഒരുമിച്ചെടുത്ത് തീരുമാനമനുസരിച്ച് മാറി നിൽക്കാം, പക്ഷേ ഒരുപാട് ദിവസം ആകരുത്. കാരണം സാത്താൻ നിങ്ങളുടെ ഇടയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കുടുംബത്തെ കൗദാശികമായി വളർത്താൻ, ദേവാലയമാക്കാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? ഒന്ന്, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുന്നതിലൂടെയാണ്. അത് വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്ക് കർത്താവുമായുള്ള ആ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ ഈ ദാമ്പത്യ ജീവിതം ദേവാലയമായി മാറും. അപ്പോൾ ഓരോ ദമ്പതികളും ഓരോ കുടുംബവും വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കണം. ദമ്പതികൾ പരസ്പരം വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. കുടുംബത്തിന് ഓരോരുത്തർക്കും വ്യക്തിപരമായി കർത്താവിനോട് സംസാരിക്കുന്ന ഒരു ഇടം, ഒരു സമയം കുടുംബത്തിൽ വളർത്തിയെടുക്കണം. 2, 3 നേരം കർത്താവിന്റെ മാലാഖ പഴയ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷേ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും മറന്നു പോകുന്നെങ്കിലും അത് വചനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുടുംബം ഒരുമിച്ച് കർത്താവിന്റെ മാലാഖ ചെല്ലുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഒരുമിച്ചുണ്ടെങ്കിലും ദൂരെയാണെങ്കിലും ഫോൺ വിളിച്ചായാലും കർത്താവിന്റെ മാലാഖ പ്രാർത്ഥന ചെല്ലുക. സന്ധ്യയ്ക്ക് നിശ്ചയമായും നമ്മുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്, അവിടെ ഒരുമിച്ച് കർത്താവിന്റെ മാലാഖ ചെല്ലുകയാണ്. ഒരു മുസ്ലിം കുടുംബത്തെ ശ്രദ്ധിച്ച് അറിയാം, ആ മുസ്ലിം കുടുംബം 5 നേരവും വളരെ ചെറിയൊരു പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ കുടുംബവും പരിപോഷിപ്പിച്ച് വളർത്തേണ്ട ഒന്നാണ് 3 നേരമുള്ള കർത്താവിന്റെ മാലാഖ പ്രാർത്ഥന. അടുത്താണ് കുടുംബ പ്രാർത്ഥന. കുടുംബം ഒരുമിച്ച് വന്ന് ദേവാലയമാകാൻ കുടുംബത്തെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് സഹായിക്കുന്നതാണ് കുടുംബ പ്രാർത്ഥന. എല്ലാ ദിവസവും കൃത്യമായൊരു സമയത്ത് ഒരുമിച്ച് വന്ന് കൃത്യമായി നാം പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബം ദേവാലയമായി വളരുകയാണ്. അടുത്താണ് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദമ്പതികൾ ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പരസ്പരം തലയിൽ കവിച്ച് കുറച്ചു നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കും. എന്തിനാണത്? ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ കുടുംബ പ്രാർത്ഥനയും മറ്റെല്ലാ പ്രാർത്ഥനയും അതുണ്ട്. ഒപ്പം ദമ്പതികൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിലേക്ക് വളരാൻ, പരസ്പരമുള്ള ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ ദമ്പതികളുടെ ജീവിതം ഒരു ദേവാലയമായി രൂപപ്പെടുകയാണ്. മറ്റൊന്ന്, കൗദാശികമായി ശക്തിപ്പെടാൻ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തമാണ്. ഒരു കുടുംബം ഒരുമിച്ച് കഴിയുന്നതും എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദേവാലയത്തിനെ ദേവാലയമാക്കുന്ന ദൈവം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് തിരുശരീര രക്തങ്ങളിലൂടെ. അങ്ങനെ ഞാൻ ദേവാലയമായി രൂപപ്പെടുമ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എല്ലാവരും ആ ദേവാലയത്തിലേക്ക് വളരുകയാണ്. അപ്പം കഴിയുന്നതും എല്ലാ ദിവസവും കുടുംബം ഒരുമിച്ച് പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് കുടുംബം ദേവാലയമായി മാറും. കുടുംബം ഒരുമിച്ച് പോയി കുമ്പസാരിക്കുന്നത്, അപ്പൊ ഇന്ന് ഞാൻ കുമ്പസാരിച്ചു, അടുത്ത ആഴ്ച എൻ്റെ ഭാര്യ കുമ്പസാരിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ കുമ്പസാരിച്ച് ഞാൻ വന്നു, പക്ഷെ ബാക്കിയുള്ളവരെല്ലാം പാപകരമായ ഒരു സാഹചര്യം അവരുടെ ഇടയിലുണ്ട്. ഞങ്ങൾ ഇന്നലെ എല്ലാ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ കുടുംബം ഒരുമിച്ച് പോയി തൊട്ടടുത്തൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ കുമ്പസാരമുണ്ട്. അപ്പൊ എല്ലാ ആഴ്ചയും ഞങ്ങൾ കുടുംബം ഒരുമിച്ച്, ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ച് പോയി കുമ്പസാരിക്കും. അപ്പൊ അതിലൂടെ എന്ത് പറ്റും? ആ പാപത്തിൽ നിന്നെല്ലാം മാറി ആ കുടുംബം ഒരുമിച്ച് ആ വിശുദ്ധിയിൽ വളരുകയാണ്. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം ഒരു 10-15 മിനിറ്റ് എങ്കിലും ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുക. ഇതെല്ലാം കുടുംബത്തെ ദേവാലയമാകാൻ സഹായിക്കുന്നതാണ്, കുടുംബത്തിന്റെ അടിത്തറയാണ്. ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്യാൻ മറന്നുപോയാൽ
ബാക്കി എന്തെല്ലാം ഉണ്ടായാലും നമുക്കറിയാം, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി വരുമ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം അത് ബെഡ്റൂം പ്രശ്നമാണ്. അത് ദമ്പതികൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവരുടെ ശരീരങ്ങളെ സ്നേഹത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും പരസ്പരം ആത്മസമർപ്പണം നടത്തുന്നതിലെ അപാകതയാണ്. ക്രിസ്തു തന്നെ നമുക്കായി ആത്മസമർപ്പണം ചെയ്തതുപോലെ, സ്വയം നഷ്ടപ്പെടുത്തിയതുപോലെ, ജീവൻ പങ്കുവെച്ചതുപോലെ ദമ്പതികളെ ദൈവം വിളിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. കുടുംബം ഒരു വിദ്യാലയം എന്നുള്ളതാണ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വാക്കാണ് കുടുംബം ഒരു വിദ്യാലയം എന്ന്. ഞാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു ഭാഗം വായിക്കാം. 1657 ഇവിടെ കൂദാശകളുടെ സ്വീകരണം, പ്രാർത്ഥന, കൃതജ്ഞതാ പ്രകാശനം, വിശുദ്ധ ജീവിത സാക്ഷ്യം, ആത്മത്യാഗം, പരസ്നേഹ പ്രവർത്തനം എന്നിവ വഴി കുടുംബത്തിലെ പിതാവും മാതാവും മക്കളും മറ്റെല്ലാ അംഗങ്ങളും മാമോദിസ പൗരോഹിത്യം സ്പഷ്ടമായി അനുഷ്ഠിക്കുന്നു. അങ്ങനെ കുടുംബം ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയവും ഉന്നത മാനവികതയുടെ പാഠശാലയുമായി തീരുന്നു. ഇവിടെ വ്യക്തികൾ സഹനശക്തിയും ജോലിയിലുള്ള ആഹ്ലാദവും സഹോദര സ്നേഹവും ഉദാരവും ആവർത്തിച്ചു പോലുമുള്ള മാപ്പ് നൽകലും സർവോപരി പ്രാർത്ഥനയിലൂടെയും ജീവിത സമർപ്പണത്തിലൂടെയും ദൈവാരാധനയിലും പരിശീലിപ്പിക്കപ്പെടും. അപ്പൊ കുടുംബം ഒരു വിദ്യാലയമാണ്. മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരാണ്. എന്തിന്റെ വിദ്യാലയമാണ്? നമുക്ക് ധാരാളം കാര്യം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ക്രൈസ്തവരെന്ന നിലയിൽ വിശ്വാസത്തിന്റെ പ്രബോധകരും മാതൃകകളുമാണ്. നമ്മുടെ ക്രൈസ്തവ കുടുംബം, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്തിന്റെ മാതൃകകളാണ്, പ്രബോധനമാണ് മക്കൾക്ക് നൽകേണ്ടത്? അത് വിശ്വാസത്തിൻ്റെതാണ്. നമ്മുടെ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെയെല്ലാം ഏറെക്കുറെ ലോകത്തിൽ മിക്കവാറും ഒരു സ്ഥലത്ത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. കുഞ്ഞുങ്ങൾ നഴ്സറി പോയി വരുമ്പോൾ അത് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന A ഫോർ ആപ്പിൾ എന്നാണ്, B ഫോർ ബാറ്റ്, B ഫോർ ബോൾ. ഇത് വീട്ടിൽ വരുന്ന കുഞ്ഞിനോട് 1000കണക്കിന് തവണ അമ്മ ചോദിക്കും, എന്നെ പഠിപ്പിച്ചു. അപ്പൊ കൊച്ചൊരു A ഫോർ ആപ്പിൾ കൃത്യമായിട്ടൊന്നും പറയില്ല. B ഫോർ ബൈബിൾ എന്ന് എവിടെയാ പഠിപ്പിക്കാൻ പറ്റുന്നത്? കുടുംബത്തിലാണ്. A ഫോർ ആബ, പിതാവ് എന്ന് പഠിപ്പിക്കാൻ പറ്റുന്നത് എവിടെയാണ്? കുടുംബത്തിലാണ്. അപ്പൊ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്ന എല്ലാ ആൽഫബറ്റും ഭൗതികമായ എല്ലാ അറിവിനും അപ്പുറം ആത്മീയമായ, വിശ്വാസപരമായ, ദൈവികമായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നത് കുടുംബത്തിലാണ്. എന്തേലും കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കുരിശ് വരയ്ക്കുന്നത്, കുഞ്ഞെങ്ങനെയാ വരയ്ക്കുന്നത്? വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയിൽ അപ്പനും അമ്മയും ബാക്കിയുള്ളവരും വരയ്ക്കുന്നത് കണ്ടിട്ടാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും കുഞ്ഞു കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. സ്നേഹത്തിന്റെ, വിശ്വാസത്തിന്റെ, വിശുദ്ധിയുടെ, സന്മാർഗത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ ലോകത്ത് വേറെ ഒരിടത്തു നിന്നും പഠിച്ചെടുക്കാനാവില്ല. അത് കുടുംബത്തിൽ നിന്നേ ആവും. ഇത് തമ്മിൽ ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം, കുടുംബത്തിൽ ദൈവത്തോടുള്ള സ്നേഹം, സ്വയം ഓരോരുത്തരോടുമുള്ള ആ സ്നേഹത്തിൽ നിന്ന്, ആ സ്നേഹം വളരുന്നിടത്താണ് വിശ്വാസം വളരുന്നത്. സ്നേഹം വർദ്ധിതമാകാത്തിടത്ത് വിശ്വാസം വളരില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കുന്നത് കാണുന്ന കുഞ്ഞ് അപ്പനിലും അമ്മയിലും വിശ്വാസം അർപ്പിക്കുകയാണ്. അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട്, പരസ്പരം വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം ഒടുവിൽ അവർ തമ്മിൽ പരസ്പരം സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് കാണുമ്പോൾ ഈ വഴക്കുണ്ടാക്കിയത് കണ്ട അതേ കുഞ്ഞ് തന്നെ ഈ സ്നേഹത്തിന്റെ പാഠങ്ങൾ കാണുകയാണ്. അങ്ങനെ സ്നേഹത്തിന്റെ പാഠം കാണുന്ന ആ കുഞ്ഞ് അപ്പനും അമ്മയും എന്തൊക്കെ പറഞ്ഞ് തർക്കിച്ചാലും, പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവർ തമ്മിൽ സ്നേഹമാണ്, അവർ തമ്മിൽ വിശ്വാസമാണ്, അവരെ എനിക്ക് വിശ്വസിക്കാമെന്ന് കുഞ്ഞ് പഠിക്കുകയാണ്. ഈ അപ്പനും അമ്മയെ സ്നേഹത്തിൽ നിന്ന് ഒരുമിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണുന്ന കുഞ്ഞ് വഴക്കുണ്ടായാലും പരസ്പര പ്രയാസങ്ങൾ ഉള്ളപ്പോഴും അതെല്ലാം പരിഹരിച്ച് സന്ധ്യയ്ക്ക് ഒരുമിച്ച് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, പരസ്പരം സ്തുതിയല്ലി ഉമ്മ കൊടുക്കുന്നത് കാണുമ്പോൾ കുഞ്ഞിൽ ആ ദൈവത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് വളരുകയാണ്. അപ്പൊ സ്നേഹം കുറയുന്നിടത്ത് വിശ്വാസം കുറഞ്ഞു പോകും. ഈ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുമ്പോൾ വിശുദ്ധി വളരും. ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുമ്പോൾ ആ സ്നേഹത്തിനും വിശ്വാസത്തിനും എതിരായത് പ്രവർത്തിക്കാനാവില്ല.
അപ്പനോടും അമ്മയോടുമുള്ള അവർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസത്തിൽ നിന്നൊരു കുഞ്ഞ് ആ സ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും വളരുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും ജീവിതത്തിന് സങ്കടകരമാക്കുന്ന മൂല്യങ്ങൾക്കെതിരായ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാവില്ല. അപ്പനും അമ്മയും നുണ പറയാത്ത സ്നേഹത്തെ അവർ കാണുന്നു. അവർ പരസ്പരം വിശ്വാസം കൊണ്ട് പരസ്പരം സത്യമാണ് പറയുന്നതെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് കുഞ്ഞ് സത്യം പറയാനായിട്ട് പഠിക്കുന്നു. അങ്ങനെ ഈ സ്നേഹവും വിശ്വാസവുമാണ് വിശുദ്ധിയിലേക്ക് വളരാൻ സഹായിക്കുന്നത്. ഈ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുന്ന ഒരാൾ സന്മാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിശുദ്ധമായ മാർഗത്തിന്റെ സന്മാർഗത്തിന്റെ പാഠങ്ങളിലൂടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കളുടെ ജീവിതം വളരെ ഗൗരവമായ ഒരു അധ്യാപനത്തിന്റെ ജീവിതമാണ്. അത് ക്രൈസ്തവമായ വിശ്വാസത്തിന്റെയും പ്രബോധനത്തിന്റെയും ഒക്കെ ജീവിതത്തിന്റെ പാഠം അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുന്ന ഇടമാണ്. ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഓർത്താൽ, എൻ്റെ ഡാഡിയും മമ്മിയും വളരെ സാധാരണക്കാരായ, ഡാഡി മരിച്ചുപോയി. വീട്ടിലൊരിക്കലും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അവർ തമ്മിൽ സ്തുതി ചെല്ലുന്നത്, ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. സ്തുതി ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയ ധാരാളം പ്രാർത്ഥിക്കുന്ന കരിസ്മാറ്റിക് ജീസ്യൂത്തിലൊക്കെയുള്ള കുടുംബത്തിൽ നിന്ന് ഞാൻ ധാരാളം വീടുകളിൽ പോയി താമസിക്കാൻ ഇട വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യവും നന്മയുമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അവിടെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് എല്ലാ മക്കളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പരസ്പരം സ്തുതിയല്ലി ഉമ്മ കൊടുത്ത് അപ്പനും അമ്മയും സ്തുതിയല്ലി ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാണൽ എൻ്റെ ജീവിതത്തെ വളരെയധികം സഹായിച്ചു. ഞാൻ കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ കുടുംബജീവിതത്തിന്റെ ധന്യതയിൽ, മനോഹാരിതയിൽ എനിക്ക് വളരാൻ എന്നെ സഹായിച്ചത് ആ പാഠങ്ങളാണ്. അപ്പം ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അതെന്നെ ഞാൻ പഠിച്ചതാണ്, കണ്ടതാണ്. ആ അധ്യാപനമാണ് ഞാൻ ഇന്ന് തുടരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുഞ്ഞുങ്ങളുടെ തലയിൽ പ്രാർത്ഥിക്കുന്നതാകട്ടെ, സ്കൂളിൽ പോകുമ്പോഴാകട്ടെ, തിരിച്ചു വരുമ്പോഴാകട്ടെ, സന്ധ്യാപ്രാർത്ഥന സമയത്താകട്ടെ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാകട്ടെ, പ്രാർത്ഥിച്ചു കെട്ടിപ്പിടിച്ച് പരസ്പരം ഉമ്മ കൊടുത്ത് അതിലേക്ക് വളരുകയാണ്. അപ്പൊ മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരാണ് എന്നുള്ളതാണ്. ദൈവസ്നേഹത്തിലേക്ക്, സ്വയം സ്നേഹത്തിലേക്ക്, പരസ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. ഒറ്റ മിനിറ്റ്. എൻ്റെ ഒരു നെറ്റ് കട്ടായി പോയി, ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ. അപ്പൊ ദൈവസ്നേഹത്തിലേക്ക്, സ്വയം സ്നേഹത്തിലേക്ക്, പരസ്നേഹത്തിലേക്കുള്ള വളർച്ച അത് ഈ ഒരു അധ്യാപനത്തിലൂടെ നടക്കുന്നതാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൽ വളരാൻ കഴിയുക? കുടുംബത്തെ നല്ല വിദ്യാലയമാക്കാൻ ഒന്ന് ദൈവവചന വായനയും പഠനവും. ഈ മാസം ഡിസംബർ മാസം കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനം വായിക്കുന്ന മാസം ഈ മാസം. അതുകൊണ്ട് ഞാൻ പണ്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് അത് എൻ്റെ കയ്യിൽ ബൈബിൾ മുഴുവൻ ഓഡിയോ ആയിട്ട് അത് വേറെ കൊടുത്തു വിട്ടത് കൊണ്ട് പിന്നെ അവസാനിച്ചു. അപ്പൊ ഈ മാസം മുതൽ ഓഡിയോ രാത്രി പകലും ഫുൾ ടൈം വചനം ഓഡിയോ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഉറക്കത്തിലും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴും ഈ സ്വരം കേൾക്കാം. അത് നമ്മുടെ കുടുംബത്തെ സഹായിക്കും. അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വചനം വായിക്കുക, ദമ്പതികൾ ഒരുമിച്ച്, കുടുംബം ഒരുമിച്ച്, സഭാ പാരമ്പര്യങ്ങളുടെ അനുഷ്ഠാനം, ഉപവാസം, മറ്റ് സഭാ പ്രവർത്തനങ്ങൾ, നോമ്പുകാലമാണ്, ക്രിസ്മസിന് ഒരുങ്ങുകയാണ്, ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളിലൂടെ, പാരമ്പര്യങ്ങളിലൂടെ, ഉപവാസത്തിലൂടെയൊക്കെ സഭയിൽ സജീവമായി പങ്കാളികളാകുന്നതിലൂടെ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് ധാരാളമായി വളരാനിടയാവുകയാണ്. സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിൻ്റെ ബോധ്യങ്ങൾ, അതിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഇത് കുഞ്ഞുങ്ങളിൽ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം വളരാൻ സഹായിക്കും. വിശുദ്ധരെ കുറിച്ച് നമുക്കൊക്കെ വീടുകളിൽ വിശുദ്ധരുടെ പുസ്തകം ഉണ്ടാകും. ഓരോ ദിവസവും ഓരോ വിശുദ്ധരെ കുറിച്ച് വായിക്കാനും പറയാനും പണ്ടത്തെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ വിശുദ്ധരുടെ കഥകളായിരുന്നു. അത്തരത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അടുത്ത കുടുംബ സന്ദർശനവും ആഘോഷവുമാണ്. ഓരോ കുടുംബങ്ങളും പരസ്പരം ഒന്ന് സന്ദർശിക്കുക, അവരുടെ മൂല്യങ്ങൾ പരസ്പരം കൈമാറുക. അങ്ങനെ പരസ്പരം ഓരോ കുടുംബത്തിലുമുള്ള നല്ല മൂല്യങ്ങളിൽ വളരാനായിട്ട് നമുക്ക് സഹായമാകും. നമ്മുടെ കുടുംബങ്ങൾ ഒരുമിച്ച് വരുന്നതിലൂടെ. ഇപ്പൊ നമ്മളൊക്കെ പല സമയത്ത് ശുഭു, ജോൺസൺ, ജെനി, ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ഒരുമിച്ച് വരുന്നത്. ആ കുഞ്ഞുങ്ങൾ എന്തേരം കാര്യങ്ങളാണ്
ഇത്തരം ഒരുമിച്ച് വരുന്നതിലൂടെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒക്കെ പഠിക്കുന്നത്. അപ്പൊ കുടുംബം ഒരു നഴ്സറി ആണെന്നുള്ളതാണ്. നല്ല കാര്യങ്ങൾ ബഡ് ചെയ്യാൻ ആ വിദ്യാലയത്തോട് ചേർന്ന് പോകുന്നതാണ് ഇതും. ധാരാളം നന്മ ബഡ് ചെയ്തെടുക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ പറ്റും. പുറമേ നിന്ന് നമ്മൾ കാണുന്ന ഒരുപാട് നന്മയുടെ വശങ്ങളെ നമുക്ക് ബഡ് ചെയ്ത് കൂട്ടിച്ചേർക്കാൻ പറ്റും. അത് കാരുണ്യത്തിന്റെ ആയാലും വിശ്വാസത്തിന്റെ ആയാലും സ്നേഹത്തിന്റെ ആയാലും പരസ്നേഹ പ്രവൃത്തികളുടെ ആയാലും ഒക്കെ ബഡ് ചെയ്തെടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. അത് കുഞ്ഞുങ്ങളെ ഇപ്പൊ നമ്മള് വീട്ടിൽ മുതിർന്ന ഒരാൾ വരുന്നു, അപ്പോഴേ വീട്ടിലുള്ള ബാക്കിയുള്ളവർ എഴുന്നേക്കുന്നു. കുഞ്ഞിനോട് പറഞ്ഞ് മുതിർന്ന ഒരാളാണ്, നമ്മൾ എഴുന്നേറ്റ് ബഹുമാനിക്കണം. കുഞ്ഞിൽ സാവധാനം ബഡ് ചെയ്യുകയാണ്. വികാരിച്ചൻ വരുന്നു, അപ്പോഴേ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുന്നു. വീട്ടിൽ ആര് വരുമ്പോഴും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പഠിച്ചെടുത്ത് ഇപ്പൊ ഈ 6ാമത്തെ കുഞ്ഞുണ്ടായ സമയത്താണ് അങ്ങനെ ഗൗരവമായിട്ട് അത് മനസ്സിലാക്കിയത്. എല്ലാവരുടെയും തലയിൽ അച്ഛന്മാരെ ഒക്കെ വരുമ്പോൾ ആ കുഞ്ഞിനെ പറയും, ആ കുഞ്ഞിന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. കൊച്ചിന് വലുതായി കഴിഞ്ഞാൽ പറ്റിയല്ല, അങ്ങനെ 4-5 പിതാക്കന്മാരുടെ തലയെ കൊച്ചു കൊണ്ടുപോയി കൈവച്ച് പ്രാർത്ഥിച്ചു. ധാരാളം വൈദികരുടെ ഇപ്പൊ എന്താണ് കൊച്ചു പഠിക്കുന്നത്? വൈദികർക്ക് വേണ്ടി, പുരോഹിതർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി ഒക്കെ ഞാൻ എന്നും പ്രാർത്ഥിക്കേണ്ടതാണെന്ന് കുഞ്ഞു പഠിക്കുകയാണ് പരസ്പരം. അപ്പൊ അവരും പഠിക്കുകയാണ്, വന്നവരും പഠിക്കുകയാണ്. ഈ പറയുന്ന ആളുകളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും ആവശ്യമാണ്. അത്തരത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ബഡ് ചെയ്ത് കൂട്ടിച്ചേർക്കാനായിട്ട് പറ്റും. ധാരാളം കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നത്. നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥയിൽ ധാരാളം നന്മകളുണ്ട്. ഞാൻ പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കണ്ടതാണ്. വൈകുന്നേരം സന്ധ്യയ്ക്ക് പിള്ളേർ വന്ന് സ്കൂൾ വിട്ട് ക്ഷീണമായി രാത്രി 7-8 മണിയാകുമ്പോഴേക്കും ഉറങ്ങുക, അതിരാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകണം. അപ്പൊ ആ വീട്ടുകാർ ചെയ്തൊരു കാര്യമാണ്, സ്കൂൾ വിട്ട് വന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ പിള്ളേർ ഒരുമിച്ചിരുന്ന് പന്തയിലും, എന്നിട്ട് ബാക്കി പഠനമൊക്കെ പോകും. വൈകുന്നേരം പിള്ളേർക്ക് ക്ഷീണമില്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന അവർ ഒരുമിച്ച് വരും. അപ്പൊ ആ വീട്ടുകാർ എന്നോട് പറഞ്ഞതാണ്, വൈകുന്നേരം ഉറക്കത്തിൽ പിള്ളേർ ചെല്ലുന്നതിൽ നല്ലത് ഇങ്ങനെയല്ല. അതൊരു നല്ല വശമാണ്. ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ. അപ്പൊ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്നിധ്യം വളർത്തിയെടുക്കാൻ നമ്മുടെ കുടുംബത്തെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നഴ്സറിയായി പരിശീലിപ്പിക്കാൻ പറ്റുന്നത്? ഒരുമിച്ചുള്ള ഭക്ഷണവും പ്രാർത്ഥനയും പങ്കുവെക്കലും സജീവമാകുന്നതിലൂടെ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കും. അപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ തന്ന ഭക്ഷണത്തിന് നന്ദി, ഇതിനു വേണ്ടി ഒരുപാട് മനുഷ്യർ നീ, അങ്ങനെ അത്തരത്തിൽ ആ ഭക്ഷണം, പ്രാർത്ഥന, പരസ്പരമുള്ള പങ്കുവെക്കൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും ഒരു സാധനം കൊടുക്കാത്ത ആളായിരുന്നു. പക്ഷെ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പാണ് എന്നെ അങ്ങനെ പങ്കുവെക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ ഇന്ന് ഞാൻ ഓർക്കുന്നത്, ധാരാളം മക്കളുള്ളത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം ഈ പങ്കുവെക്കൽ സജീവമാകുന്നു എന്നുള്ളതാണ്. അവർക്ക് കിട്ടുന്നത് പരസ്പരം പങ്കുവെക്കാനായിട്ട് അവർ പഠിക്കുന്നു. അപ്പോൾ വേദനിക്കുന്നവരുടെയും വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സന്ദർശിക്കുക, അങ്ങനെയുള്ള ഇടങ്ങൾ പോവുക, കാണുക, അവരെ സഹായിക്കുക. സമ്പത്തിന്റെയും സമയത്തിന്റെയും കഴിവിന്റെയും എല്ലാം ഒരു ഭാഗം മാറ്റിവെച്ച് അർഹരായവരെ സഹായിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. ഇപ്പൊ വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥന 1 രൂപ മാറ്റിവെച്ച് ഇടുകയാണ്. അപ്പൊ അത് കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, ആരോഗ്യമായി എന്തായാലും. 4ാമത്തെ, ഞാൻ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. എൻ്റെ സമയം ആയി എന്നാണ് ഞാൻ എൻ്റെ സമയം നോക്കിക്കോട്ടെ. 35 ദൈവം ജനിച്ചു വളർന്നു വരുന്ന ഇടമാണ്. ഇത് കുടുംബത്തിന് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ്. ദൈവം ചെയ്ത ജോലി കുടുംബത്തെ ദൈവം ഏൽപ്പിച്ചു. ഞാൻ അതാണ് ഓർമ്മപ്പെടുത്തിയത്. സ്നേഹിക്കുക, ജീവൻ നൽകുക. അപ്പൊ നമ്മുടെ കുടുംബം എപ്പോഴും ജീവനിലേക്ക് തുറവിയുള്ളവരാകണം. ഓരോ കുഞ്ഞും ദൈവമാണ്. ഈ ലോകത്തുണ്ടാക്കാൻ പോകുന്ന നന്മയുടെ, അനുഗ്രഹത്തിന്റെ, കൃപാവരത്തിന്റെ വഴികൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആരും 1-2 കുഞ്ഞിൽ ലിമിറ്റ് ചെയ്യില്ല. ദൈവം തരുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാനുള്ള തുറവി, അത് ദമ്പതികളുടെ വിശുദ്ധിയുടെ സൂചനയാണ്, ദമ്പതികളുടെ സ്നേഹത്തിന്റെ സൂചനയാണ്, ദമ്പതികളുടെ ദൈവാശ്രയ ബോധത്തിന്റെ സൂചനയാണ്, ദമ്പതികൾ തങ്ങൾ സ്വീകരിച്ച ദൈവവിളിയുടെ മഹനീയതയെ വിലമതിക്കുന്നതിന്റെ സൂചനയാണ്. അപ്പം വളരെ ബോധപൂർവം പ്രാർത്ഥനയോടെ എന്ന ദൈവത്തിൽ പരിപൂർണമായ ആശ്രയം വെച്ചുകൊണ്ട് നാം മക്കളെ സ്വീകരിക്കുകയാണ്. അല്ലാതെ പറ്റില്ല. നമ്മുടെ ടീമിലുള്ള ജെനി, നമുക്കറിയാം, ജെനിയുടെ 6 മക്കൾ, 7ാമത് പ്രഗ്നന്റായി 6 മാസം കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഇത്തിരി ശ്വാസം മുട്ടൊക്കെ ആയിട്ട് ജെനി ഇന്നലെ പോയിട്ട് വന്നതാണ്. 6ഉം സിസേറിനായിരുന്നു. 7ാമത്തെയും നോർമലി സിസേറിനാകും. 2 കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ഫിൻഡോ ഡോക്ടറുണ്ട്. ആ ഡോക്ടറെ ഞങ്ങൾ ഒരുമിച്ച് ഈ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുന്നതാണ്. ഇപ്പം പുള്ളി
ഈ പ്രത്യേകമായി പ്രസവവുമായൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ ഗൈനക്കോളജിയാണ്. 9 സിസേറിയൻ വരെ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടർക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ അത് ക്രൈസ്തവമായൊരു ഡോക്ടർ ആയതുകൊണ്ടും ആ ജീവിതത്തെ വിലമതിക്കുന്നത് കൊണ്ടുമാണ്. അപ്പൊ അത്തരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോഴും ക്രൈസ്തവ കുടുംബം ദൈവം ജനിച്ചു വളർന്നു വരുന്ന കുടുംബമാണെന്ന അവബോധത്തിൽ വളരുക എന്നുള്ളതാണ്. ജീവന്റെ മൂല്യത്തെക്കുറിച്ച് അറിയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഓരോ ക്രൈസ്തവ കുടുംബവും സ്വീകരിക്കുന്ന മക്കൾ. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇടവയിൽ 1600 വീട്ടുകാരുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു 6 മക്കളുള്ള ഒരു കുടുംബം ഞാനേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ ആ യാത്രയും പോകും ഒക്കെ. ഇപ്പൊ തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു, ജീസ്യൂത്ത്. അവർ രാവിലെ 6-7 പേര് തട്ടുകട, അത് ചെറിയൊരു പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന കുടുംബമാണ്. അപ്പൊ ആ മക്കളൊക്കെ ഇന്ന് വലുതായി ഓരോ ജോലിയിലേക്ക് പ്രവേശിച്ചു, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവര് പള്ളിയിലേക്ക് ഇങ്ങനെ ലൈനായിട്ട് പോകുമായിരുന്നു. ജീവനെതിരായ പ്രവർത്തനമൊക്കെ വന്നപ്പോൾ അവർ തൃശ്ശൂർ റൗണ്ടിൽ പ്ലക്കാർഡൊക്കെ പിടിച്ച് അതിനെതിരെ കുടുംബം ഒരുമിച്ച് പ്രതിഷേധം നടത്തിയതാണ്. അപ്പൊ അങ്ങനെ അതൊരു വലുതാണ്. അങ്ങനെ ഉള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് ജീവന്റെ മൂല്യത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കും. ഇനി മക്കളില്ലാത്ത ദമ്പതികളെ സന്ദർശിക്കുക. അവരെ മക്കൾ ദൈവം ചിലപ്പോൾ ചില കുടുംബത്തിന് കൊടുക്കുന്നില്ല. അപ്പൊ അവർക്ക് പറയാവുന്ന ഏറ്റവും വലിയ സുവിശേഷമാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ നമ്മുടെ താല്പര്യം കൊണ്ടോ അല്ല മക്കൾ ഉണ്ടാകുന്നത്, മറിച്ച് ദൈവം തരുന്നതാണ്. അപ്പൊ ആ തരുന്നത് മക്കളെ അപ്പോൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവികമായ പദ്ധതിയാണെന്ന് പറയാൻ ഏറ്റവും ജീവനുള്ളത് ഈ മക്കൾ ദൈവം നൽകാത്ത അല്ലെങ്കിൽ ദൈവം കൊടുക്കാതിരിക്കുന്ന ആ ദമ്പതികളുടെ സുവിശേഷത്തിന്റെ വലിയ സാന്നിധ്യമായി മാറണം. ധാരാളം മക്കളുള്ള കുടുംബങ്ങളെ, വലിയ കുടുംബങ്ങളെ സന്ദർശിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബം എന്നുള്ളതാണ്. കഴിഞ്ഞ 10 ആഴ്ചകളിലൂടെ 9 ആഴ്ചകളുടെയും കടന്നുപോയപ്പോൾ നമ്മൾ ഇത് തന്നെയാണ് മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്. ഈ പ്രേക്ഷിത കുടുംബത്തിന്റെ ഒരു മാനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ നടത്തിയ ഒരു കുടുംബങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. 2 കുടുംബങ്ങൾ 1677 ആരംഭിച്ച ആ കുടുംബം 1990 അതുവരെ അവർ പല തലമുറകൾ കടന്നുപോയി 300 വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തെ കുറിച്ചുള്ള ഒരു പഠനത്തിന്റെ ഹിസ്റ്ററിയാണ്. ഒന്ന് വളരെ മോശമായി ജീവിച്ച ഒരു യുവാവും യുവതിയും, പേര് പറഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്തിയ അനുസരിച്ച് 1904 ആളുകൾ ആ തലമുറയിൽ ജനിച്ചു. അവരുടെ മക്കൾ, ഈ യുവാവ് യുവതിക്ക് ഉണ്ടായ മക്കൾ, അവരുടെ മക്കളൊക്കെ ആയിട്ട്. വേറെയും കുറെ പേരും കൂടെ കാണുമായിരിക്കും, എല്ലാവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. ഈ വംശത്തിൽ നിന്ന്, ഈ 300 വർഷങ്ങൾക്കിടയിൽ കടന്നുപോയ ഇതിൽ നിന്ന് കണ്ടെത്തിയതിൽ 771 പേർ വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവരാണ്, കുറ്റവാളികളാണ്. 771 പേര്. വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവർ 351 പേരാണ്. കൊലയാളികൾ 49 പേരാണ്. ലൈംഗിക രോഗികൾ 68 പേരാണ്. മയക്കുമരുന്നിന് അടിമകൾ 203 പേരാണ്. എയ്ഡ്സ് രോഗികൾ 3 പേരാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തങ്ങളുടെ ജീവിതം ആരംഭിച്ച് മുന്നോട്ട് പോയി. അവരുടെ ജീവിതം അവരുടെ ഇഷ്ടമനുസരിച്ച്, ജഡത്തിന്റെ താല്പര്യം അനുസരിച്ച്, ലോകത്തിന്റെ ഹിതമനുസരിച്ച് അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചു. പക്ഷെ അവരുടെ മക്കളുടെ മക്കൾ ഇങ്ങനെ തലമുറ കഴിഞ്ഞു വന്നപ്പോൾ ആ കുടുംബം വഴി സമൂഹത്തിൽ ഉണ്ടായ കാര്യം എന്താണ്? ഇത്രയേറെ ദൈവികമല്ലാത്ത ജീവിതമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ്. എന്നാൽ എഡ്വേർഡ് സാറ എന്ന് പറയുന്ന 2 പേരുടെ പേര് പറയുന്നുണ്ട്. സംസ്കാര സമ്പന്നരും ദൈവവിശ്വാസികളുമായ അവരെ കുറിച്ചുള്ള, അതേ കാലയളവിൽ ജീവിച്ച അവരെ കുറിച്ചുള്ള പഠനത്തിൽ 1341 പേരാണ് മക്കൾ, ബാക്കി ഉണ്ടാവുമായിരിക്കും, കണ്ടെത്തിയത്. അതിൽ 196 പേര് സുവിശേഷ പ്രഘോഷകരായി മാറി. സ്കൂൾ കോളേജ് തലങ്ങളിൽ 583 പേര് പ്രൊഫസർമാരായി മാറി. 96 പേര് അമേരിക്കൻ സെനറ്റർമാരായി മാറി. 49 പേർ ജഡ്ജിമാരായി മാറി. ഒരാൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി. ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ ക്രൈസ്തവ കുടുംബവും ആ രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കുന്ന പ്രേക്ഷിതരാണ്. ആ ക്രൈസ്തവ കുടുംബത്തിന്റെ ജീവിതം മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ആ ജീവിതം തന്നെ അതിനാൽ തലമുറകൾ അപ്പുറത്തേക്ക് പ്രേക്ഷിതത്വം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പ്രേക്ഷിത കുടുംബമാകാൻ ഒന്ന് മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് നമ്മൾ. നിശ്ചയമായും സുദീർഘമായി നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. ഞാനിപ്പം ചെയ്യുന്നത് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരണം കഴിയുമ്പോൾ മാർപ്പാപ്പ
പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഭാരത സഭയ്ക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ ആ ഒരു വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുന്ന സമയം നമ്മൾ ഈ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നമ്മളെ കൂടുതൽ മിഷണറിമാരാകാൻ സഹായിക്കും. മിഷനിലൊക്കെ പോയി വന്നവരുമായുള്ള സൗഹൃദവും അവരുടെ പങ്കുവെക്കൽ കേൾക്കുന്നത് നമ്മളെ കൂടുതൽ അതിലേക്ക് വളരാൻ ഇടയാകും. മിഷന് പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മളെ കൂടുതൽ ഈ ഒരു പ്രേക്ഷിത തീക്ഷ്ണതയുള്ളവരാക്കി മാറ്റും. കഴിഞ്ഞ വർഷം ഞങ്ങളെല്ലാം മിഷന് പോയി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമാണ്. എൻ്റെ ഭാര്യയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതായത് മിഷന് പോയപ്പോൾ അത് മാറി. പോയി വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാ വർഷവും നമുക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ആ മിഷനിൽ പോയി അവരെ കണ്ട് അവരോട് സുവിശേഷം പറഞ്ഞ് അവരോടുള്ള ബന്ധങ്ങൾ, ഭാഷകളൊന്നുമില്ല നമുക്ക്, പക്ഷെ അതിനപ്പുറം ഈ സ്നേഹവും മിഷനും വളരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട, ഇത്രയും കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ച് വരുമ്പോൾ വളരെ ലളിതമായി കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവെച്ച് മുന്നോട്ട് പോയത്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കുവാണെങ്കിൽ നന്നായി കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് കണ്ടു വർത്തമാനം പറയാം, അവസാനിപ്പിക്കാം നമുക്ക് ഈ ഒരു സെഷനിലേക്ക്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയോ, നിങ്ങളുടെ മുഖം കാണുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എപ്പോഴും അങ്ങനെയാണ്. മുഖം കണ്ട്, അല്ലെ, ദൈവത്തിന്റെ മുഖം കണ്ട് എഴുന്നേൽക്കുന്ന ജീവിതം വലിയ ഭാഗ്യമുള്ളവരാണെന്നാണ് പറയുന്നത്. അത് കണ്ട് എഴുന്നേൽക്കാനുള്ള എളുപ്പ വഴി പറയുന്നത്, അമ്മയുടെ മുഖം കണ്ട് ഉണരുന്ന കുഞ്ഞ് വലിയ നിലവിളിയൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ മുഖം കാണാൻ ഏക മാർഗം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുക എന്ന് പറയുന്നത്. ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങുക, അപ്പം കണ്ണു തുറക്കുമ്പോഴേ അമ്മയെ കാണത്തുള്ളൂ. ദൈവത്തിന്റെ മുഖം കണി കണ്ടുണരാൻ ദൈവത്തിന്റെ മടിയിൽ മുഖം വെച്ച്, അല്ലെ, തലവെച്ച് കിടന്നുറങ്ങലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കോറാണ്. നമ്മുടെ നാളത്തെ സമൂഹം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇന്നത്തെ നമ്മൾ ഓരോരുത്തരുമാകുന്ന കുടുംബമാണ്. നമ്മൾ ഓരോരുത്തരുമാകുന്ന കുടുംബം ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ നാളത്തെ സഭയ്ക്ക് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആഗോള സഭയിൽ നോക്കിയാൽ, കേരള സഭയിൽ നോക്കിയാൽ, ഇവിടുത്തെ കുടുംബത്തിന്റെ ജീവിതക്രമങ്ങൾക്ക്, ജീവിത ലക്ഷ്യങ്ങൾക്ക്, രീതികൾക്ക് വ്യത്യാസം വന്നതിൻ്റെ വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ കാണാം. ക്രൈസ്തവ കുടുംബങ്ങളിൽ കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി ഏരിയകളിലെ കുടുംബങ്ങൾ ദൈവം നൽകിയ മക്കളെ മുഴുവൻ സ്വീകരിച്ചതിന്റെ മാത്രം പരിണത ഫലമാണ്, അവർ സ്നേഹിച്ച് ജീവിച്ചതിന്റെ പരിണത ഫലമാണ് മലബാർ എന്ന് പറയുന്ന ഇടം സുവിശേഷമായി മാറിയത്. ഇല്ലെങ്കിൽ തൃശ്ശൂരിനപ്പുറത്തേക്ക് സുവിശേഷത്തിന് വലിയ സാന്നിധ്യം ഉണ്ടാവില്ലായിരുന്നു. അത് തലശ്ശേരി, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിൽ ക്രൈസ്തവർ വളർന്നത് ഇവിടെ നിന്ന് കുടിയേറി പാർത്തത് കൊണ്ടാണ്. ആ കുടിയേറ്റത്തിന്റെ തുടർച്ചയാണ് ഷിമോഗ പോലെ കർണാടകയിലേക്ക് കയറിയത്. അതിന്റെ തുടർച്ചയാണ് ഭാരതത്തിൽ വിവിധ ഇടങ്ങളിൽ സീറോ മലബാർ സഭ വ്യാപിച്ചത്. ഇന്ന് കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല, ചങ്ങനാശ്ശേരിയിൽ കുടുംബത്തിൽ ആളുകളില്ല. അവിടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മതം, ഒരു ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട മനുഷ്യർ അവിടെ വർദ്ധിക്കുകയും ക്രൈസ്തവ വിശ്വാസം വെല്ലുവിളി നേരിടുകയുമാണ്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഏൽപ്പിച്ച കുടുംബത്തിന്റെ മഹനീയതയും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ വിളിയും മറന്നുപോകുന്നത് കൊണ്ട് നമ്മുടെ സഭ, നമ്മുടെ സമൂഹം ഇന്നേറെ വെല്ലുവിളിക്കപ്പെടുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബം മാത്രം ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പോയാൽ പോരാ. എല്ലാ കുടുംബങ്ങളെയും അത്തരത്തിൽ വളർത്താനുള്ള ഗൗരവമായ നമ്മളെ ഈ ഒരു മിനിസ്ട്രി അതിനുവേണ്ടിയാണ്. നമ്മൾ രാത്രിയും പകലും ഇരിക്കുന്നത്, അധ്വാനിക്കുന്നത്, പരിശ്രമിക്കുന്നത് മുഴുവൻ അതിനുവേണ്ടിയാണ്. അതുകൊണ്ടാണ് 10 ആഴ്ച അതോട് കുടുംബത്തോട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള നമ്മുടെ എല്ലാ പരിശീലനങ്ങളിലും ഈ കുടുംബവുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ, നമ്മുടെ കുടുംബത്തെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഫ്രാൻസിസ് പാപ്പ ഉണ്ടായത്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധ ജോൺ പോൾ പാപ്പ ഉണ്ടായത്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് മദർ തെരേസ ഉണ്ടായത്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഫ്രാൻസിസ് അസീസി ഉണ്ടായത്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് എല്ലാ വിശുദ്ധരും ഉണ്ടായത്. ഇനി ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് സഭയെ പണിതുയർത്തിയിട്ടുള്ളത്. കുടുംബം ഇല്ലാതെ സഭയ്ക്ക് വളരുക സാധ്യമല്ല. കർത്താവേ, ഞങ്ങളുടെ കുടുംബം അത്രയും വലുതാണ്. അപ്പസ്തോലന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ എന്ന് പറയുന്നത് പോലെ കുടുംബം എന്ന ദൈവവിളിയിൽ അഭിമാനിക്കാനും അതിൽ നിരന്തരം വളരാനും ഞങ്ങളെ അവിടുന്ന് കൃപ ചെയ്ത് സഹായിക്കണമേ. പലപ്പോഴും ഇന്ന് ദൈവവിളിയെ കുറിച്ച് പറയുമ്പോൾ അത് സമർപ്പിത സന്യാസ ജീവിതത്തിന്റെ പ്രാധാന്യം മാത്രമായി പലയിടത്തും ചുരുങ്ങിപ്പോകുന്നു. തിരിച്ചു വരാൻ,
കുടുംബവും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠമായ ദൈവവിളിയാണെന്നും അടിസ്ഥാന പൗരോഹിത്യ വിളിയിലേക്ക് ഒരു കുഞ്ഞിനെ പ്രവേശിപ്പിക്കുന്നത് മാമോദിസയിലൂടെയാണെന്നും ആ പ്രവേശിക്കാൻ ഇടയാകുന്നത് കുടുംബത്തിൽ നിന്നുമാണെന്നും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനും അങ്ങനെ സഭ ഒരുമിച്ച് ഈ കുടുംബത്തെ എല്ലാവരും കൂടി പണിതുയർത്തുന്നതിലേക്ക് വളരാനും ഞങ്ങളെ സഹായിക്കണമേ. കുടുംബജീവിതത്തിന്റെ കാവൽക്കാരനായ ഞങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ മാതൃകയായ യൂസഫ് പിതാവിനോടും ഓരോ കുടുംബത്തിന്റെയും വിശുദ്ധമായ സാന്നിധ്യമായ അമ്മയായ പരിശുദ്ധ മറിയത്തോടും കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിശുദ്ധരായ എല്ലാ വിശുദ്ധാത്മാക്കളോടും ഞങ്ങൾ മാധ്യസ്ഥം തേടുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കാനും വിശുദ്ധിയിൽ പ്രകാശപൂർണമുതയുള്ളവരായി മാറാനും ഞങ്ങളുടെ കുടുംബം ജീവൻ നൽകുന്നവരും ജീവനെ മാനിക്കുന്നവരും അങ്ങനെ ജീവന്റെ സുവിശേഷത്തിന്റെ സാന്നിധ്യമാകാനും നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. യേശുവിന്റെ ഹൃദയത്തെ പറ്റി തന്നെ കേട്ടേക്കാം. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിന്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ കുടുംബത്തിന്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. അങ്ങേക്കു പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു പ്രീതിതമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്ക. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിന്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. നിൻ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. നിൻ സമാധാനവും ശാന്തിയുമെന്നെന്നും ഈ കുടുംബത്തിൽ ചൊരിഞ്ഞിടണം. ഞങ്ങളിലാരും നിന്നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീ ഇടയാക്കരുതേ. ഞങ്ങളിലാരും നിന്നേർവഴി വിട്ടെങ്ങും പോകുവാൻ നീ ഇടയാക്കരുതേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. നന്ദി. ഇനി നമുക്കുള്ളത് ടെസ്റ്റിമണി. വത്സമ്മ ചേച്ചി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വത്സമ്മ ഉഞ്ചേറിയ ന്യൂയോർക്കിൽ മകളോടൊപ്പം താമസിക്കുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും ഒരു മകളും. എൻ്റെ ഹസ്ബൻഡ് 7 വർഷം മുമ്പേ മരിച്ചുപോയി. ഞാൻ മകളോടൊപ്പം താമസിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നതിന് ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് ഈ പ്രയർ ഗ്രൂപ്പിൽ ചേരുവാനും പ്രയർ ഗ്രൂപ്പിനോടൊത്ത് പ്രാർത്ഥിക്കുവാനും ശൂവ് കറോസോ മുതലായ കോഴ്സിന് ചേരുവാനും
ക്രിസ്ത്യാനികരണം പോലുള്ള ബുക്കുകൾ വഴി ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുവാനും സാധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികരണം പറയുന്നത് ക്ലേശങ്ങളും എതിർപ്പുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് നല്ലതിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്. സഹനങ്ങൾ മനുഷ്യനുണ്ടാകുന്ന ലോകത്ത് മനുഷ്യൻ പരദേശിയാണെന്നുള്ള വിചാരം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെന്നും സഹനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹനങ്ങൾ നമ്മൾ വരുമ്പോൾ ദൈവത്തോട് പഴി പറയാതെ സഹനങ്ങളെ പുണ്യങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ട് നമ്മളിത് ആദ്യമായി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. ബാക്കിയെല്ലാം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. അത് മറ്റുള്ളവർക്ക് നൽകാനും കുടുംബത്തിലുള്ളവർക്ക് അത് ലഭിക്കുവാനും കാരണമാകും. പലതരം രോഗങ്ങളും സഹനങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എതിർപ്പുകളൊക്കെ ദൈവത്തോട് പഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അതിന് മാറ്റം വരുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വിചാരങ്ങളില്ല. ദൈവം തന്നത് നന്മയ്ക്കാണെന്നുള്ള വിചാരം എനിക്കുണ്ട്. അതുപോലെ എൻ്റെ മക്കൾക്കും ദൈവാനുഗ്രഹത്തിൽ ജീവിക്കാൻ 2 മക്കൾക്കും സാധിക്കുന്നുണ്ട്. മകൻ ജോഷുവ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കര ഉഴപ്പുള്ളവനായിരുന്നു. അവളും ഞാനും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് ജോഷുവ നേവിയിൽ ഏറ്റവും നല്ലതായിട്ട് പഠിക്കുകയും നല്ലതായി ജോലി ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ മകളുടെ കൊച്ചുമകൻ മൈക്കിള് തീരെ ചെറുപ്പത്തിൽ സംസാരിക്കാൻ അവന് തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അവൾ പ്രത്യേകം ബൈബിൾ വാക്യങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് അവൻ യാതൊരു തടസ്സവും കൂടാതെ സംസാരിക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ മകനും ദൈവാനുഗ്രഹത്തിൽ വളരെയധികം ആഴത്തിൽ ജീവിക്കുന്നവനാണ്. അവനും എനിക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവാനുഗ്രഹത്താൽ ഇന്നും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ 2 പേർക്കും സാധിക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ചേച്ചി കഴിഞ്ഞു? അതോ ഇനിയുണ്ടോ? ഇനി എന്തെങ്കിലും പറയാൻ? ഇനിയില്ല. ഞാൻ ദൈവത്തിന് കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആവേ മരിയ. ആവേ മരിയ. നമുക്ക് ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ചേച്ചിക്ക് ഒത്തിരി നന്മകൾ ദൈവം തന്നു, കൊടുത്തു. ആ നന്മകൾ നമ്മളുടെ മുന്നിൽ പറയാനായിട്ട്, മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട്, അത് ആക്സെപ്റ്റ് ചെയ്യാനും ദൈവമാണ് അത് തന്നതെന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളുടെ മുന്നിൽ അത് പറയാനുമായിട്ടുള്ള ആ ഒരു ടെസ്റ്റിമണി ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യവും കൃപയും ദൈവം കൊടുത്തതിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മറിയം ചൊല്ലാം. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്കുള്ളത്
ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇനിയും ഷിജു നമുക്ക് ജോഷി അച്ഛൻ എന്നില്ല. ക്ലാസ് പകരം ആ നമ്മൾ അപ്പൊ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ എല്ലാവരും ഒന്ന് ക്ലാസ്സുകളിൽ ഈ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പോയതിനെ കുറിച്ച് എല്ലാവരും ഒന്ന് പറയുക. പബ്രാച്ചന് പോകാൻ തിരക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലൂടെ കടന്നുപോയതിനെ കുറിച്ച് എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു വികാരങ്ങളൊന്ന് പങ്കുവെക്കാവോ? ഈ 10 ആഴ്ച കടന്നുപോയപ്പോ എന്താ നിങ്ങൾക്കുള്ള ഫീലിംഗ്? എനിക്ക് പോകാനുണ്ട് കേട്ടോ. എന്നാ അച്ഛൻ ആദ്യം പറഞ്ഞ അച്ഛാ. എന്നാ അച്ഛൻ ആദ്യം ഓക്കെ അച്ഛാ. അച്ഛന് അബ്രാഹച്ചന് ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകണം. അപ്പോൾ ഈശോയ്ക്ക് മഹത്വം, ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി ഷിജു വളരെ മനോഹരമായിട്ട് കുടുംബത്തെ പറ്റി വീണ്ടും നമ്മൾ ഓരോന്ന് അതിനെ കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതും ആ ശ്രേഷ്ഠതയിൽ ജീവിക്കുവാനുള്ള ഒരു കൃപയും ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഇതാണല്ലോ എന്നുള്ള ആ ഒരു ഇത് മനോഹാരിത നമ്മൾക്ക് അനുഭവങ്ങളിലൂടെയും അദ്ദേഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അപ്പോൾ ഇന്ന് കുടുംബത്തെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സിനെ പറ്റിയുള്ള ചെറിയ ഓരോ ക്ലാസ്സുകളും എന്താണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയിരുന്നു. അതിനുശേഷം പിന്നെ പറയുകയുണ്ടായി രണ്ടാം വത്തിക്കാൻ സെക്കൻഡ് കൗൺസിലിൽ പറയുന്നത് തുല്യമായ സ്നേഹവും ജീവന്റെ ഉറവിടവുമായ ഒന്നാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉറവിടമാണ് കുടുംബം. പിന്നെ പറഞ്ഞത് കുടുംബം ഒരു സ്ത്രീ കോവിൽ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റി പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരിതാണ് അതിനെപ്പറ്റി ദൈവത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അടുത്തേക്ക് ഉള്ള ആ ഒരു പ്രവേശനം. അതുപോലെ സഭയുടെ ഇതനുസരിച്ച് കുടുംബം ഒരു ഗാർഹിക സഭ എന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത്. സഭയുടെ ഏറ്റവും ചെറിയ ഒരു പതിപ്പാണ്. അവിടെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുക, അത് ദൈവികമായ ആ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഇത്. അതുപോലെ കുടുംബം ഒരു ദേവാലയം എന്നുള്ള ഒരു ആശയമാണ് പിന്നെ പറഞ്ഞത്. കുടുംബം ഒരു ദേവാലയമാണ്. അത് എങ്ങനെ ആണ് എന്നുള്ളതിനെ പറ്റി പറയേണ്ടത്. അതായത് കുദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ടാണ് ദേവാലയം തന്നെ ആദ്യം പരികർമ്മം ചെയ്യുന്നു. കുദാശ ചെയ്യപ്പെട്ടാണ് ദേവാലയം ആകുന്നത്. പിന്നെ കുദാശകൾ അവിടെ പരികർമ്മം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൾത്താരയും, അതുപോലെ തന്നെ അൾത്താരയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാരുടെ കിടക്കയാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെയെല്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധിയുള്ള ഒരു ജീവിതം, സ്നേഹത്തിന്റെ ഒരു ഇതായി തീരണം. അങ്ങനെയുള്ള ഒരിതാണ്, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ കുദാശ എന്ന് പറയുമ്പോഴത്തേക്ക് സമർപ്പണത്തിന്റെ ഒരിതാണ്, സമർപ്പണത്തിന്റെയും സമ്മതത്തിന്റെയും എല്ലാം ഒരു ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അതുപോലെ ദേവാലയത്തിലെ ആൾത്താര, അതുപോലെ ആളുകളിൽ നിൽക്കുന്നത്, അതുപോലെ അത് പറയുണ്ടായി. അതുപോലെ പിന്നെ പറയുണ്ടായത് ദാമ്പത്തിക ധർമ്മ നിർവഹിക്കുന്നതാണ്. സ്നേഹത്തിൽ വളരുവാനും ജീവനിലേക്കുള്ള നിരന്തരമായുള്ള വളർച്ചയാണ്. സ്നേഹത്തിൽ വളരുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരിതാണ്, സ്നേഹത്തിൽ വളരുക എന്നുള്ളത്. അതുപോലെ തന്നെ അത് സ്നേഹത്തിൽ വളരുമ്പോൾ ജീവനിലേക്ക് നമ്മളെ അതിന് നിരന്തരം നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുടുംബം ദേവാലയം ആക്കുവാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, അതാണ് പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥനാ ജീവിതം, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബം 3 നേരം കർത്താവിന് മലഹ ചൊല്ലുക, കുടുംബ പ്രാർത്ഥന, ദമ്പതികൾ തമ്മിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന, അതെല്ലാം കുടുംബത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുകയാണ്. വീണ്ടും കൗദാശികമായി ശക്തിപ്പെടുത്തുവാനായിട്ട് വിശുദ്ധ കുർബാനയുള്ള പങ്കാളിത്തം, അടുത്തടുത്തുള്ള ഒന്നിച്ച് കുമ്പസാരത്തിന് ഒന്നിച്ച് കുർബാനയ്ക്ക് പോകാനായിട്ട്, ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുക, ഇതെല്ലാം കൗദാശികമായി വളരുവാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ കുടുംബം ദേവാലയം എന്നുള്ള ആ ഒരു കാര്യം, അതുപോലെ തന്നെ കുടുംബം വിദ്യാലയം എന്നുള്ള കാര്യം, പഠനത്തിന്റെ ഒരു അവസരം കൂടിയാണ്. കുടുംബത്തിലാണ് പല കാര്യങ്ങൾ പഠിക്കുന്നത്. അത് മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ തന്നെയാണ് പ്രഥമ അധ്യാപകരും. അവരുടെ വിശ്വാസത്തിന്റെ ഇത് പഠനമുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പഠിക്കുവാനുള്ള ഒരു ഇതാണ് ദേവാലയം എന്നുള്ളത്. അതുപോലെ തന്നെ കുടുംബത്തിലാണ് സ്നേഹം വളരുന്നത്. സ്നേഹത്തിലൂടെയാണ്, സ്നേഹം ഉണ്ടെങ്കിൽ വിശ്വാസവും
സ്നേഹവും വിശ്വാസവും വിശുദ്ധിയിലേക്കും സന്മാർഗത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കുമെന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് കൊടുക്കുകയാണ്. സ്നേഹവും വിശ്വാസവും കുറയുമ്പോൾ അവിടെ വിശുദ്ധി കുറയുകയാണ്. അപ്പോൾ സ്നേഹമുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. അത് മക്കളും ഒക്കെ കാണുകയാണ്. മാതാപിതാക്കളിലെ സ്നേഹമുള്ളവരാണ്, പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നു, അതുപോലെ പരസ്പരം വിശ്വാസത്തിൽ, അതുപോലെ അവരുടെ വിശുദ്ധിയുള്ള ജീവിതം, അതുപോലെ അവരുടെ സന്മാർഗമുള്ള ആ ജീവിതം കാണുകയാണ്. അതുപോലെ തന്നെ കുടുംബം എന്നുള്ളത് സ്നേഹത്തിന്റെ ഉറവിടവും നഴ്സറിയുമാണ്. നമ്മള് കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ പലതും നമ്മളവിടെ ബഡ് ചെയ്യപ്പെടുന്നു. അവിടെ സ്വന്തം അനുഭവങ്ങളും ഒക്കെ പറയുകയുണ്ടായി. അത് നല്ലത് ചേർത്ത് വെക്കുന്നു, നല്ലതിനെ നമ്മൾ ബഡ് ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ്. അതുപോലെ തന്നെ കുടുംബം ആണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ഒരു സാന്നിധ്യമാണ്. കുടുംബം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്നിധ്യമാണ്. അതുപോലെ കുടുംബം സ്നേഹത്തിന്റെ ഉറവിടവും നഴ്സറിയുമാകുവാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവിടെ ഒന്നിച്ചുള്ള പ്രാർത്ഥന, ഒന്നിച്ചുള്ള ഭക്ഷണം, അതെല്ലാം അതിൽ വളരുവാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ദൈവം ജനിച്ചു വളരുന്ന ഇടം, അതായത് ആ ക്രിസ്തീയ മൂല്യങ്ങള്, ജീവന്റെ മൂല്യങ്ങളും എല്ലാം അറിയുകയും പഠിക്കുകയും വളരുവാനും പറഞ്ഞു കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കുടുംബം. അപ്പോൾ കുടുംബം നമ്മൾ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത്രയേ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതിന് മനസ്സിലാക്കുമ്പോഴാണ്, അതുപോലെ തന്നെ മറ്റുള്ള കുടുംബങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്നും അങ്ങനെ വീണ്ടും 2 ഉദാഹരണങ്ങൾ പറഞ്ഞത് 300 വർഷത്തെ പഠനത്തിന്റെ വെളിച്ചത്തിൽ കുറ്റവാളിയും അതുപോലെ തന്നെ മോശമായ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായ കുട്ടികള്, പിന്നീടുള്ള തലമുറ 300 വർഷത്തെ അതിന്റെ പരിണിത ഫലം എന്തൊക്കെയായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ നല്ല സ്നേഹവും വിശുദ്ധിയും ഉണ്ടായിരുന്ന അവരുടെ പേരുകൾ പറയുന്ന എഡ്വേർഡ് സാറ, അവരുടെ പിന്നീടുണ്ടായിരുന്ന ആ മക്കളിൽ നിന്നും നല്ല രീതിയിലുള്ള ആ ഫലം വന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണ്ടായി. വീണ്ടും നമ്മളോട് പറയുണ്ടായി മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ്. മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളതാണ്. നമ്മുടെ ജീസസിന്റെ മനോഹരമായ പാട്ട്, പിന്നെ വത്സമ്മ ചേച്ചിയുടെ ടെസ്റ്റ് മണിയായിരുന്നു. അതും തീർച്ചയായിട്ടും സഹനം നല്ലതിനായി എടുത്തു എന്നുള്ളതാണ്. സഹനങ്ങൾ നല്ല രീതിയിൽ എടുത്തു. അങ്ങനെ എടുക്കുവാൻ നേരത്തെ അത്ര ഇതിലായിരുന്നെങ്കിൽ ഇത് വളരെ നല്ല രീതിയിൽ എടുത്തു. അങ്ങനെ ആ രീതിയിൽ വളരുവാനും അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുവാനും ഒക്കെ സാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ മക്കളുടെ കാര്യങ്ങൾ, കൊച്ചുമക്കളുടെ കാര്യങ്ങൾ പറയുണ്ടായി. അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആ പ്രാർത്ഥനയുടെയും എല്ലാ സഹനത്തിന്റെയും കൂടെ. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഷിജുവിന് പ്രത്യേകമായി വീണ്ടും നന്ദി പറയുകയാണ്. മനോഹരമായ കുടുംബത്തെ പറ്റിയുള്ള നമ്മുടെ സ്പർശിക്കുന്നതാണ്. കാരണം അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണല്ലോ അതനുസരിച്ച് നമ്മൾ ഇത്ര ശ്രേഷ്ഠതമായിട്ടുള്ളതാണ്, അതിനെ നമ്മൾ അതുപോലെ പരിഗണിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ക്ലാസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇവിടുത്തെ എല്ലാവർക്കും ദിവസം പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ഈശോയെ, നമ്മൾ കുടുംബത്തെ പറ്റി കേട്ടു. അതുപോലെ പഴയ ക്ലാസ്സുകളിൽ നമ്മൾ വിശ്വാസത്തെ പറ്റിയും കുടുംബം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പ്രേക്ഷിത കുടുംബമാണ്. നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ട കുടുംബമാണ്. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും കുടുംബം എപ്പോഴും ജീവന്റെ പ്രോത്സാഹിപ്പിക്കുന്നതും സ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും വിശുദ്ധിയെ ഉള്ള ജീവിതം ഒക്കെ ആയിത്തീരുവാനുള്ള ഒരു കൃപ, ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാനും ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും, ക്ലാസ്സിലത്തെ ഷിജുവിനെയും മറ്റ് നേതൃത്വ നിലയിലുള്ളവരെയും എല്ലാവരെയും ആശീർവദിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഓരോ ദിവസവുമുള്ള ശുശ്രൂഷകൾ, നേതൃത്വത്തിലുള്ള ശുശ്രൂഷകൾ, നമ്മൾ ബേത്ലഹേം യാത്ര, അത് ഓരോ ദിവസമുള്ള അരമണിക്കൂറിൽ അതിനെയൊക്കെ സമർപ്പിക്കുകയാണ്. അതുമെല്ലാം ഓരോന്നും ഒത്തിരി വേറെ കൂടുതൽ ഈശോയിലേക്ക് അനയിക്കുവാനും ഈശോയ്ക്ക് സാക്ഷികളായി വയ്ക്കുവാനൊക്കെയുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ്. എല്ലാം വളരുവാനും അതിനൊക്കെ വേണ്ട എല്ലാ കൃപകൾ ലഭിക്കട്ടെ. അതുപോലെ രോഗികളായിട്ടുള്ളവരെയൊക്കെ നമുക്ക് പ്രത്യേകമായി ഓർക്കാം. ഈശോ അവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ദിവസങ്ങളൊക്കെ
മരിച്ചുപോയവരെയൊക്കെ പ്രത്യേകമായി ഓർക്കുകയാണ്. അവർക്കെല്ലാം നിത്യാനന്ദം കൊടുക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയൊക്കെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ശംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വസുപിതാവിന്റെയും മുഖ്യദൂതന്മാരുടെയും കാവൽമാരാകട്ടെ പ്രത്യേകം മധ്യസ്ഥരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിചാരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഷൈനി ചേച്ചി നന്ദി പറയുന്നതിന് മുമ്പ് ഞാനൊരു നമുക്ക് വാക്ക് നന്ദി പറയുന്നത് വെച്ചാൽ ഈ ഷൂവിൽ ഉടനീളം അച്ഛൻ വന്ന് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വളരെ അനുഗ്രഹമാണ്. അടുത്ത ബാച്ചിലും അച്ഛന്റെ സ്നേഹ സാന്നിധ്യവും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിക്ക് വേണ്ടി ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ അച്ഛനെ നന്ദിയോടെ ഓർക്കും. അവസാനിപ്പിക്കലല്ല, ഇനി മുന്നോട്ട് പോകലാണ്. ഈ ഒരു കോഴ്സിന്റെ സമാപനത്തിൽ ഞാൻ അച്ഛനെ അങ്ങനെ സ്നേഹപൂർവ്വം ഓർക്കുന്നു എന്നുള്ളതാണ്. ഷൈനി ചേച്ചി